ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 2, അതായത് സെമസ്റ്റർ 2ൻ്റെ മാത്സ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി ഫോർ ഗ്രൂപ്പ് ബി ആൻഡ് സി കേട്ടോ. ഗ്രൂപ്പ് ബി ആൻഡ് സിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ടോപ്പിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും. ടെലഗ്രാം ചാനൽ ടെലഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീനിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. മാത്സ് സ്ക്വയർ ഫോർ ഗ്രൂപ്പ് ബി ആൻഡ് സി എന്നതാണ് ടെലഗ്രാം ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 2. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നതാണ് കേട്ടോ. ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പോൾ എന്താണ് ലിമിറ്റ്സ്, എന്താണ് കണ്ടിന്യൂറ്റി എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ലിമിറ്റ്സ്, അത് നമുക്ക് ലിമിറ്റ്സ് പഠിക്കാം. ലിമിറ്റ്സ് ഓഫ് എ ഫങ്ഷൻ. ഇത് 12th കുറച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് മാത്രം. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് എ ഫങ്ഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു കർവ് എടുത്തിരിക്കുകയാണ്, ഒരു ഫങ്ഷൻ എടുത്തിരിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ലെറ്റ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഇതിലെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. ഈ വൈ ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വാല്യൂസ്, അതായത് ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും അല്ലേ. നമ്മളതിനെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുവാണ്. ഓക്കെ, ലെറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എഫ് ഓഫ് 1 അല്ലേ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 0. അങ്ങനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഒരു എക്സാമ്പിളിന് ഇങ്ങനൊരു കർവാണ് എഫ് ഓഫ് എക്സ് നമുക്ക് എടുത്തപ്പോഴത്തേക്കും, പ്ലോട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ. എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് എടുക്കുന്നത് കേട്ടോ. സോ ഒരു കർവ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കർവിൽ ഞാൻ ഈ കർവ് അവിടെ ഇരുന്നോട്ടെ. ദെൻ ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് ആക്സിസ് അല്ലേ. അതിൽ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്തു. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എയിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, വൈ കിട്ടും അല്ലേ. വൈ കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, വൈ കിട്ടും. വൈ വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താ, എ ആണ്. സോ വാല്യൂ വിൽ ബിക്കം എഫ് ഓഫ് എ. ഇനി എന്താണ് ലിമിറ്റ്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എ ആകുമ്പോഴത്തേക്കും ഫംഗ്ഷൻ്റെ വാല്യൂ വിൽ ബിക്കംസ് എഫ് ഓഫ് എ ആണല്ലോ. ഇനി എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ വാല്യൂ അറ്റ് ദ പോയിന്റ് എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. ഇതിന് എയുടെ ലെഫ്റ്റിൽ ഒരു പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. എയുടെ ലെഫ്റ്റിൽ നമുക്കൊരു പോയിന്റ് ചൂസ് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ലെഫ്റ്റിൽ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എയുടെ റൈറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന് എയുടെ ലെഫ്റ്റിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് പതിയെ എയുടെ അടുത്തേക്ക് മൂവ് ചെയ്ത് എയിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എ നമുക്ക് കിട്ടും അല്ലേ. ആണല്ലോ. അപ്പം ഞാനിപ്പോൾ ലെഫ്റ്റിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ലെഫ്റ്റിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോസ് ഇത് എയുടെ വാല്യൂ 2 എന്നിരിക്കട്ടെ. ലെഫ്റ്റിൽ ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്യുക, അതായത് ദാറ്റ് ഈസ് 1.9. എയോട് അടുത്തൊരു പോയിന്റാണ്. 1.999 എടുക്കുക. ഓക്കെ, അതായത് ലെഫ്റ്റിൽ നിന്ന് നമുക്ക് എയിലോട്ട് വരാം. ഓക്കെ, അതുപോലെ റൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എയിലോട്ട് വരാം. റൈറ്റിൽ ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്യുകയാണ്, 2.001 എന്ന് പറയുന്നൊരു പോയിന്റ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിൽ നിന്നും എയിലോട്ട് വരാം, ലെഫ്റ്റിൽ നിന്ന് നമുക്ക് എയിലോട്ട് വരാം. പക്ഷേ ഇത് എ ആകുന്നുണ്ടോ, ഇല്ല. അപ്രോക്സിമേറ്റ്സ് ടു എ അല്ലേ, അല്ലെങ്കിൽ ലിമിറ്റ്സേ ആകുന്നുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ എസ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആസ് എക്സ് ടെൻസ് ടു എ എന്ന് നമ്മൾ പറയത്തുള്ളൂ. ആസ് ടെൻസ് ടു എ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്താ, എഫ് ഓഫ് എക്സ് വിൽ ബിക്കംസ് എന്തായിരിക്കും, എഫ് ഓഫ് എ ആയിരിക്കും. ഇതാണ് ലിമിറ്റ് ഓഫ് ദ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എയിലോട്ട് നമുക്ക് വരാം, റൈറ്റിൽ നിന്നും വരാം,
ലെഫ്റ്റിൽ നിന്നും വരാം. ഇത് കണ്ടോ, 2-നേക്കാളും ചെറിയ വാല്യൂ അല്ലേ, ലെഫ്റ്റിലെ വാല്യൂ എടുക്കുമ്പോൾ 2-നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. അതായത് ലെഫ്റ്റിൽ നിന്നും എയിലേക്ക് അപ്രോച്ച് ചെയ്യാം, റൈറ്റിൽ നിന്നും, അതായത് നമ്മൾ എടുക്കുന്ന വാല്യൂ ഇപ്പോൾ 2-നേക്കാളും വലിയ വാല്യൂ ആണ് അല്ലേ, 2.001 മീൻസ് റൈറ്റിലാണ് ആ വാല്യൂ കിടക്കുന്നത്. റൈറ്റിൽ നിന്നും നമുക്ക് എയിലോട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ ഇപ്പോൾ A=2 എടുത്തത് കൊണ്ട് 2-ലോട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടും പറ്റും. ഇനി എപ്പോഴാണ് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലായിരുന്നു ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയുക. എന്തെന്ന് പറയുന്നു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, LHL. LHL ഈസ് നത്തിങ് ബട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എന്തെന്ന് പറയുന്നു? ലെഫ്റ്റ്, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ട്. ഇതുപോലെ നമ്മൾ ആ റൈറ്റിൽ നിന്ന് നമ്മുടെ പർട്ടിക്കുലർ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുക. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്തെന്ന് പറയുന്നു? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, വെൻ എപ്പോഴാണ് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ LHLൻ്റെ വാല്യൂവും RHLൻ്റെ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? LHLും RHLും ഈക്വൽ ആയിരിക്കണം. ഇനി എന്താണ് LHL, എന്താണ് RHL നമുക്ക് നോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഡെഫിനിഷൻ പഠിച്ചു വെച്ചോ, നമുക്ക് ആവശ്യം വരും. നോക്കിക്കേ, നമുക്ക് ആദ്യം RHL മീൻസ് ഏടെ റൈറ്റിലാണല്ലേ, ഈ ഒരു പോയിന്റ് റൈറ്റിൽ. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ റൈറ്റിൽ ഞാനൊരു ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് ചൂസ് ചെയ്യുകയാണ്. ലെറ്റ് ഇറ്റ് ബി എന്തായിരിക്കും അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത്? A+H ആയിരിക്കും അല്ലേ. ഈ ഒരു പോയിന്റ് x=a എന്ന് പറയുന്ന പോയിന്റാണ് ഇത്. ഇതെന്ന് പറയുന്നത് x=a. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് റൈറ്റിൽ മാറിയിട്ട് ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് A+H ആയിരിക്കത്തില്ലേ? ആയിരിക്കുമല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RHL ക്യാൻ ബി റിട്ടൺ ആസ്, RHL നമുക്ക് എങ്ങനെ എഴുതാം? RHL ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു എയുടെ വാല്യൂ മാറി A+H ആയി കേട്ടോ. A+H ഫംഗ്ഷൻ വിൽ ബിക്കം f of x when h tends to 0. h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ h എന്ന് പറയുന്നത് ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ മിനിമം. ദാറ്റ് മീൻസ് വെൻ h is equal to 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? when h tends to 0, that is when h tends to 0, h tends to 0 കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് x tends to a plus h ആയില്ല, a+ f of x. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കർവ് തന്നെ എടുക്കാം. നേരത്തെ എടുത്ത ഈ ഒരു കർവിൽ ഞാൻ ലെഫ്റ്റിലൊരു പോയിന്റ് ചൂസ് ചെയ്യുവാണേ. അപ്പോൾ ലെഫ്റ്റിലൊരു പോയിന്റ് ചൂസ് ചെയ്യാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് മാറിയിട്ട് ഇത് ഇത്രയും ഡിസ്റ്റൻസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? x - h ആയിരിക്കും. അപ്പോൾ a ആയതുകൊണ്ട് ഞാൻ അവിടെ a-h എന്ന് ഇടുക. a-h ആയിരിക്കും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? സോ വി ക്യാൻ റൈറ്റ്, ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL എന്ന് പറയുമ്പോഴത്തേക്കും ലിമിറ്റ് x ടെൻസ് ടു എനേക്കാളും ചെറുതല്ലേ, എയുടെ ലെഫ്റ്റിൽ വരുമ്പോൾ a-h f of x. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ദെൻ വെൻ h equal to 0 എന്നല്ല, h tends to 0, നമുക്ക് എന്ത് എഴുതാം? h-ന് 0 നിങ്ങൾ കൊടുത്താൽ മതി. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് x tends to a മൈനസ് f of x. ഇതായിരിക്കും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുന്ന കേസിൽ മാത്രമേ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ ലിമിറ്റ് എന്താ നമ്മൾ പഠിച്ചു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനും പഠിച്ചു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം.
Question നോക്കിക്കേ, given f of x is equal to x square minus 1 for x less than or equal to 1 and minus x square minus 1 for x greater than 1, then find limit x tends to 1 f of x. ഇതാണ് question. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? നമുക്ക് തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. എപ്പോഴാണ്? വെൻ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1ഉം എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ഉം. ഫൈൻഡ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ഇതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിവിടെ രണ്ട് കേസസ് ഉണ്ട്. വെൻ എക്സ് ലെസ് ദാൻ 1ഉം ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം ഉണ്ട്. നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ലിമിറ്റ് വി ഹാവ് എൽ എച്ച് എൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടുത്തെ വാല്യൂ എന്താണ്? 1 മൈനസ്, ഓക്കെ, 1 മൈനസ് നമ്മുടെ ഫങ്ഷൻ 1 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്സ് ലെസ് ദാൻ 1 ആകുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ആണല്ലോ. ഇനി എക്സിന് എന്തിട്ട് കൊടുക്കണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 1 സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. എത്ര കിട്ടി വാല്യൂ എന്ന് പറയുന്നത്? നമുക്ക് വാല്യൂ വിൽ ബിക്കം 0 ഈക്വൽ ടു 0. ഓക്കെ, നമുക്കിനി ആർ എച്ച് എൽ കണ്ടുപിടിക്കാം. സോ വി ഹാവ് ആർ എച്ച് എൽ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 ഇട്ട് കൊടുത്തേ, അന്നേരം നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് 1 സ്ക്വയർ മൈനസ് 1, റൈറ്റ്? മൈനസ് 1 സ്ക്വയർ, മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ല, മൈനസ് ഇൻറ്റു 1 സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 1. മൈനസ് 1 വിൽ ബിക്കം മൈനസ് 2. അപ്പോൾ ഇവിടെ നമുക്ക് എൽ എച്ച് എൽ കിട്ടിയത് 0യും ആർ എച്ച് എൽ കിട്ടിയത് മൈനസ് 2 ആണ്. അതുകൊണ്ട് ലിമിറ്റ് ഉണ്ടോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സിൻസ് എൽ എച്ച് എൽ is not equal to RHL, limit x tends to 1 f of x does not exist ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ലോ ഓഫ് ലിമിറ്റ്സ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ലോ ഓഫ് ലിമിറ്റ്സ്. ഇപ്പോൾ ലോ ഓഫ് ലിമിറ്റ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ലോ ഓഫ് ലിമിറ്റ്സ് അങ്ങ് പഠിക്കാം. അപ്പോൾ ലോ ഓഫ് ലിമിറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എന്നിരിക്കട്ടെ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എം എന്നിരിക്കട്ടെ, ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എൻ എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എം എന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എൻ എന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ലോകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സം പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ഈ ലിമിറ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. അതായത് എം പ്ലസ് എന്നിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് സംല പറയുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എടുത്തിട്ട് അതിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കണ്ടുപിടിക്കുന്നതിന് തുല്യമാണ് എന്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അതായത് ഓരോ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ സം ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഡയറക്റ്റ്ലി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് അറ്റ് എ കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
ദെൻ സെക്കൻഡ് ഡിഫറൻസ്. ഡിഫറൻസ് എളുപ്പമല്ലേ? ഡിഫറൻസ് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ത് തന്നെ ആയിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? എം മൈനസ് അതുപോലെ ഇടുക ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ലോ നമുക്ക് കിട്ടിയില്ലേ? എം മൈനസ് എൻ. അടുത്ത ലോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ലോ ആണ്. കോൺസ്റ്റന്റ് പറയുന്നത് നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്തു. ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് എടുക്കുന്നത് ഫംഗ്ഷനായിട്ട്. വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എം ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എം ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ലോ. അടുത്ത ലോ എന്താണ്? പ്രോഡക്റ്റ് ലോ. പ്രോഡക്റ്റ് ലോ എന്താ പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എം ഇൻറ്റു എൻ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ദാറ്റ് ഈസ് എം ഇൻറ്റു എന്നിന് ഈക്വൽ ആയിരിക്കും. അടുത്ത ലോ ആണ് കോഷ്യൻ ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഷ്യൻ ലോയ്ക്ക് നമുക്ക് വേണം. കോഷ്യൻ്റ് ലോ. കോഷ്യൻ ലോ എന്താ പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f of x divided by g of x, f of x divided by g of x, which is equal to m divided by n such that n not equal to 0. m divided by n such that n not equal to 0. അതാണ് കോഷ്യൻ ലോ പറയുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് is equal to m by n such that n not equal to 0. അടുത്തത് പവർ. പവർ പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എം ആണ് അല്ലേ? എം റൈസ് ടു എന്നിന് ഈക്വൽ ആയിരിക്കും സച്ച് ദാറ്റ് എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, അടുത്തത് റൂട്ട്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ and the root of f of x which is equal to എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ and the root of f of x എന്ന് പറയുമ്പോഴത്തേക്കും the root of m ന് ഈക്വൽ ആണ്. വേർ n എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. വേർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പം ഇത്രയുമാണ് നമ്മുടെ ലിമിറ്റ്സിൻ്റെ ലോ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ടത് കോഷ്യൻ ലോ, പവർ ലോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എസ്പെഷ്യലി കോഷ്യൻ ലോ ആണ് നമ്മൾ മാക്സിമം പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ക്ലിയർ അല്ലേ? നമുക്കിനി പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസിങ് ലിമിറ്റ് ലോ യൂസ് ചെയ്ത് ഫൈൻഡ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. തന്നിരിക്കുന്ന ലിമിറ്റ്സ് കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1,3 4xy² - x. ഇതിപ്പോൾ 2 ഡയമെൻഷനിലാണ് കേട്ടോ. അപ്പോൾ എക്സ് വൈ ഉണ്ട്, എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് എക്സ് ആൻഡ് വൈ ആണ് കേട്ടോ.
Okay, then the limit xy tends to 1, 3, 4xy square minus x. So which is equal to limit x comma y tends to 1, 3, 3. Limit la ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ലിമിറ്റിന് അകത്തേക്ക് എടുക്കുക. 4xy square minus limit x comma y tends to 1, 3 x. Okay, which is equal to xy. xy ന്റെ വാല്യൂ x ന് 1 ഉം y ക്ക് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു എക്സിന് 1 കൊടുക്കുക, വൈക്ക് 3 ഇട്ട് കൊടുക്കുക, വൈ സ്ക്വയർ, അപ്പോൾ 3 സ്ക്വയർ മൈനസ് എക്സിന് 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 3 സ്ക്വയർ 9, 9 ഇൻറ്റു 4 36, 36 മൈനസ് 1 35. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെ യൂസിങ് ലിമിറ്റ് ലോ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടെത്താനായിട്ട്. ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് എ ബൈ ബി ഫോമുല അല്ലേ, എ ബൈ ബി ഫോമുലാണ്. സോ വി ഹാവ് ടു അപ്ലൈ കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ വേണം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0, 0, 0, 4x minus y divided by limit x comma y tends to 0, 0 sin y minus 1 ആണല്ലോ, which is equal to ഇവിടെ എക്സിനും വൈക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ 0 ആകും അല്ലേ. 4 into 0 minus 0, that will become 0 divided by sin y minus 1, that is sin 0 minus 1 അല്ലേ. what is sin 0? sin 0ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 0 divided by minus 1, value will become 0. okay, first using limit law, okay, limit x comma y tends to minus 1, 2 xy cube divided by x plus y ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് x comma y tends to minus 1, 2 x y cube whole divided by x plus y, which is equal to limit x comma y tends to minus 1, 2 numerator എടുക്കാം x y cube whole divided by, ഇത് ലിമിറ്റിൽ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറയുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ ലിമിറ്റിൽ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് കോഷ്യൻ റൂളിലൂടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു minus 1, 2 denominator, that is x plus y അല്ലേ. So which is equal to x-ന് minus 1 y-ക്ക് 2 കൊടുക്കും. അപ്പോൾ x-ന് minus 1 into y-ക്ക് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ x-ന് minus 1 y-ക്ക് 2 കൊടുക്കുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 2 ക്യൂബിൻ്റെ വാല്യൂ 8 minus 8 divided by 1, that is answer will becomes minus 8. okay, അപ്പോൾ minus 8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ, ഡിറ്റർമൈൻ വെദർ ദ ലിമിറ്റ് എക്സിസ്റ്റ്, ഇഫ് സോ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ഡിറ്റർമൈൻ ചെയ്യുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? given limit x comma y tends to 0, 0 x raised to 4 minus y raised to 4 whole divided by x square plus y square അല്ലേ. ഇവിടെ ഇനി നമ്മൾ നോക്കിക്കേ, എക്സിന് വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 by 0 ഫോമുല വരുന്നത് അല്ലേ. ഇവിടെ 0 സ്ക്വയർ മൈനസ് 0 റൈസ് ടു 4 മൈനസ് 0 റൈസ് ടു 4 താഴെ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, എന്തായാലും 0 by 0 ഫോമാണ് വരുന്നത്. അപ്പോൾ 0 by 0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഫോമുല ഇട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ 0 by 0 ഫോമിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഐഡൻറ്റിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇവിടെ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0, 0 എക്സ് റൈസ് ടു 4 മൈനസ് 5 റൈസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാം?
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു 4 ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 4 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു 4 മൈനസ് വൈ റൈസ് ടു 4 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, റൈറ്റ്? സോ ഇത് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0,0 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ? എക്സിനും വൈക്കും 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ വിൽ ബിക്കം 0. അപ്പോൾ 0/0 ഫോം എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയത് വാല്യൂ എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, find limit xyz tends to 2 minus 1, 2 x z square divided by square root of x square plus y square plus z square. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? ആദ്യം given limit x, y, z എന്ന് വേണേൽ പറയാം. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ശരിക്കും z ആണ്. ഓക്കെ, tends to 2, minus 1, 2 x z square whole divided by square root of x square plus y square plus z square. ഇവിടെ ഇപ്പോൾ എക്സ് വൈ സെഡ് ആണ് കേട്ടോ, 3 ഡയമെൻഷൻ ആണ്. എക്സ് വൈ സെഡ് കൊടുത്തേക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. വൈക്ക് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2ന് സെഡിന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ എന്താ നമുക്ക് കിട്ടുക? എക്സിൻ്റെ വാല്യൂ 2 ഇൻറ്റു സെഡിൻ്റെ വാല്യൂ 2 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ പ്ലസ് വൈൻ്റെ സ്ക്വയർ -1ൻ്റെ സ്ക്വയർ 1 ആണ്, പ്ലസ് സെഡിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 2 സ്ക്വയർ അഗെയിൻ 2 സ്ക്വയർ. നേരം നമുക്ക് എന്ത് കിട്ടും? 2 സ്ക്വയർ മീൻസ് 4. 4 into 2 8 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ 4. ഇവിടെ ഒരു 2 സ്ക്വയർ ഉണ്ട്. 4 പ്ലസ് 4 8 പ്ലസ് 1 9 സ്ക്വയർ റൂട്ട് ഓഫ് 9 3. അപ്പോൾ 8/3. ഓക്കെ, ക്ലിയർ? അടുത്ത ദിവസം നോക്കിക്കേ. ലിമിറ്റ് എക്സ് വൈ സെഡ് tends to 0,0 tan inverse of 1 divided by x square plus y square divided by z square. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. given limit x, y, z tends to 0,0 tan inverse of 1 divided by x square plus y square plus z square. Okay, so which is equal to നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/0 ഫോർമുല വരുന്നത് അല്ലേ? 1/0 ഫോർമുല വരും. അപ്പം ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. ലെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട, നമുക്ക് ഡയറക്റ്റ് തന്നെ കൊടുക്കുക അല്ലേ? 0 വരുമല്ലോ. 1/0 ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റിയാണ് വരുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നോക്കിക്കേ, എക്സിനും വൈക്കും സെഡിനും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/0 എന്നാ വരിക നമുക്ക്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി ഈസ് നത്തിങ് ബട്ട് π/2 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ? π/2. ഓക്കെ, നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ശരിക്കും ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ ആണ് പഠിച്ചത് അല്ലേ? ഇപ്പോൾ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ലിമിറ്റ് ലോസ് പഠിച്ചു. ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ കണ്ടെത്തേണ്ടതെന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂറ്റി എന്താണ്, കണ്ടിന്യൂറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഉള്ളത് പഠിക്കാം.
പ്ലസ് അതിൻ്റെ കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിനകത്ത് കണ്ടിന്യൂറ്റി ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടിന്യൂറ്റി കണ്ടില്ല കേട്ടോ. പകരം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് സെക്കൻഡ് ടോപ്പിക്കായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.